Me from Tiju's Academy Mavelikara. So in the previous sessions നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഗ്രാഫ്സും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് 7 ടൈപ്പ് ഓഫ് ഗ്രാഫ്സ് ആണ് IELTS റൈറ്റിംഗ് ടാസ്ക് 1-ലുള്ളത്. സോ എല്ലാ ടൈപ്പ് ഓഫ് ഗ്രാഫ്സിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയിരിക്കുന്നത് നമ്മൾ മാപ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ടേബിൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ സെഷനിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ലൈൻ ഗ്രാഫിനെ പറ്റിയിട്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് നമ്മുടെ ലൈൻ ഗ്രാഫ്സിൻ്റെ കേസിലാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഇയേഴ്സ് തന്നിരിക്കുന്നുണ്ട്. അതിൽ കുറേ ഇയേഴ്സൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളതായിരിക്കും. നമുക്ക് ചിലപ്പോൾ ഒരു ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ കാര്യം അങ്ങനെ ഡിഫറെൻറ്റ് പ്ലേസസിലെ ഓരോരോ സിറ്റുവേഷൻസ് ആയിരിക്കും നമുക്ക് ലൈൻ ഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. സോ ആ കേസിൽ നിങ്ങൾ എഴുതുന്ന ടൈമിൽ ഓരോ ടൈപ്പ് കുറേ ലൈൻസ് ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് ലൈൻ ഗ്രാഫിക് ക്വസ്റ്റ്യൻ കിട്ടുന്നത്. സോ ആ കേസിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകും, എങ്ങനെയായിരിക്കും ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ അതിനെ എഴുതാൻ പറ്റും. സോ ഇതിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് കൂടുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റുന്നത്. ലൈൻ ഗ്രാഫിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാം, എത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിനെ ഡീൽ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ലെറ്റ്സ് ലുക്ക് ഓൺ ടു ദാറ്റ് വൺ ബൈ വൺ. ഓക്കെ, സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം എന്താണ് ഒരു ലൈൻ ഗ്രാഫ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു ലൈൻ ചാർട്ട് നമ്മൾ പറയാം. നിങ്ങൾ ഫസ്റ്റ്ലി ഇൻട്രൊഡക്ഷൻ എഴുതുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്താണ് ലൈൻ ഗ്രാഫ്, അതായത് ലൈൻ ചാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പാരഫ്രൈസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും എന്താണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഫിഗറിൻ്റെ ടോപ്പിലായിട്ട് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കി, വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഇൻ 4 countries സിൻസ് 1960. സോ 1960 എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് തൊട്ടുള്ള വർക്കിംഗ് ഏജ് പോപ്പുലേഷനാണ് കാണിച്ചിരിക്കുന്നത്. യൂണിറ്റ് ആസ് എ പെർസെൻറ്റേജ്. അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്ന ടൈമിൽ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ കീപ്പ് ചെയ്യണം. അതായത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ യൂണിറ്റ് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻട്രൊഡക്ഷനിൽ സ്കിപ്പായി പോകരുത്, യൂണിറ്റ് അവിടെ ഓൾറെഡി മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇതിന് ഓരോ ടൈപ്പ് ലൈൻസും എന്താണ് ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് ലൈൻസ്, അതായത് ഓൾമോസ്റ്റ് 1 2 3 4 ലൈൻസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. അത് ഓരോരോ കൺട്രീസിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നെയിംലി ഫ്രാൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ ആൻഡ് ജർമ്മനി, 4 കൺട്രീസിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മളിപ്പോൾ എല്ലാ ലൈൻസും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു കൺട്രിയെ നമ്മൾ ഫോക്കസ് ചെയ്ത് അതിനെ എങ്ങനെ നമുക്ക് ഓരോ സെൻറ്റൻസ് അതിൽ നിന്നും റൈറ്റ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. ഇനിയും ലൈൻ ഗ്രാഫിൻ്റെ കേസിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ടാസ്ക് 1-ൻ്റെ കേസിൽ നമുക്കൊരു വേർഡ് ലിമിറ്റ് ഉണ്ട്. അതായത് 150 to 175 വേർഡ്സിലായിരിക്കണം നമ്മളുടെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ അതിനേക്കാളും വേർഡ് ലിമിറ്റ് നമുക്കിപ്പം കൂടി പോകുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാസ്ക് 2 എഴുതാനുള്ള ടൈമാണ് നിങ്ങൾക്ക് അവിടെ കുറയുന്നത്. സോ ആ ഒരു വേർഡ് ലിമിറ്റും നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് എല്ലാം നിങ്ങൾ റൈറ്റിങ്ങിനാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതെല്ലാം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ടാസ്കും റിക്വയർഡ് 1 ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട റിക്വയർഡ് ബാൻഡ് സ്കോർ നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഈ കേസിൽ നമുക്കറിയാം, അതായത് ഫസ്റ്റ്ലി ഈ ഒരു ബ്ലൂ കളറിൽ ഫ്രാൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ അതിന് ഒരു ഓൾമോസ്റ്റ് 63 അങ്ങനെ എന്തെങ്കിലും ഒരു പെർസെൻറ്റേജ് ആയിരുന്നു. സോ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇൻക്രീസ് ചെയ്തു, ഡിക്രീസ് ചെയ്തു, ഫ്ലക്ച്വേഷൻസ് കാണിച്ചു. അങ്ങനെ ലാസ്റ്റ് 2050 ആയപ്പോഴേക്കും ഏകദേശം ഓൾമോസ്റ്റ് ഒരു 58% ഒക്കെ ആയെന്ന് നമുക്കത് ഡിക്ലൈൻ ചെയ്യുന്നത് പറയാം. സോ അതിൻ്റെ സെൻറ്റൻസ് ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് യൂസ് ചെയ്യാം. പിന്നെ ലൈൻ ഗ്രാഫിൻ്റെ കേസിലാണ് ഇയേഴ്സ് ഇത്രയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ എല്ലാ ഇയേഴ്സും നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു 3 to 4, ഇപ്പോൾ ഇത്രയും ഇയേഴ്സ് ഉണ്ടായിട്ട് ഒരു 3 to 4 ഇയേഴ്സ് മെൻഷൻ ചെയ്യുക. കാരണം നമ്മൾ എല്ലാ ഇയേഴ്സിൻ്റെ കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേർഡ് ലിമിറ്റ് എന്ത് ചെയ്യുന്നു, എക്സീഡ് ചെയ്യുന്നു. സോ അത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുക. എല്ലാം മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാനും പാടില്ല. ആ ഒരു രീതി വേണം. ഏതെങ്കിലും ഇത്ര ഇയേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും 3 to 4 ഇയേഴ്സ് മെൻഷൻ ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ റൈറ്റിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ടാസ്ക് 1 ഇതേപോലെയുള്ള ലൈൻ ഗ്രാഫിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. ഇൻക്രീസ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് എന്താ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റില്ല. കാരണം നമ്മളുടെ റൈറ്റിങ്ങിൻ്റെ ഒരു ക്രൈറ്റീരിയക്കകത്ത് വരുന്നതാണ് നമ്മൾ വേർഡ്സ് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതിന് പകരം എന്താ ചെയ്യേണ്ടത്, നമ്മൾ സിനണിംസ് വേണം അവിടെ യൂസ് ചെയ്യണം. സിനണിംസ് യൂസ് ചെയ്ത് വേണം നമ്മുടെ റൈറ്റിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ വേർഡ്സ് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന പറയുമ്പോൾ എക്സാമിനർ കൗണ്ട് ചെയ്യുന്ന ടൈമിൽ എല്ലാം കൂടെ ഒരു വേർഡായിട്ടേ കൗണ്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനണിംസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനണിംസ് കൊടുത്ത് നിങ്ങൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഈ 4 കൺട്രീസിൻ്റെ കാര്യം പറയുന്നില്ല. ഓരോ ലൈൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ട്, ഒരു ഫ്ലക്ച്വേഷൻ, ഒരു ഡിക്രീസ്, സ്റ്റേബിളായിട്ട് തീരുന്നത്, ഇതേപോലെയുള്ള പല ചേഞ്ചസ് എന്താണ് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. സോ ഇൻക്രീസ്
ഇൻക്രീസ് ഇതിപ്പോൾ ഈ 4 ലൈൻസ് ഉണ്ട്. സോ ഈ 4 ലൈൻസിനെയും കുറിച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യണം. ഈ 4 ലൈനിനെയും കുറിച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ എല്ലാ കേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻക്രീസ് എന്ന് പറയുന്ന സെയിം വേർഡ് തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻ ദാറ്റ് കേസ് അതിന് പകരം നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം, റൈസ്, ഗ്രോ, സെർച്ച്, സ്കൈ റോക്കറ്റ്, ലീപ്, പീക്ക്. സോ ഇതേപോലെ വേർഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതേപോലെയുള്ള വേർഡ്സ് നമുക്ക് അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഏത് ഇയർ ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഇയറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ടെൻസ് മാറ്റിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, സോ അഖിൽ ആൻഡ് ബെഞ്ചമിൻ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ടു യു. ദെൻ നെക്സ്റ്റ് നമുക്കിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കേസിലാണെങ്കിൽ ഒരു ഗ്രീൻ ലൈനാണ് നമ്മളെന്താണ് ജാപ്പൻ്റെ കേസിലാണെങ്കിൽ നമ്മളവിടെ പറയുന്നത്. സോ ആ ഒരു ലൈനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഏതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് നമുക്ക് കൊടുക്കാനാണ് നോക്കുന്നത്. സോ ഇൻ ദ ഫസ്റ്റ് എക്സാമ്പിൾ യു ക്യാൻ സീ ദാറ്റ് Japan's working age population increased from 65% to 70% between 1960 and 1990. സോ ആ രണ്ട് ടൈം പീരീഡിനുള്ളിൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, 65%ൽ നിന്ന് 70%ലേക്ക് ഇൻക്രീസ് ചെയ്തു. സോ ഇൻക്രീസ് എന്ന് പറയുന്നതാണ് നമ്മൾ അവിടെ എന്ത് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ആ ഒരു റൈസിന് അവിടെ കൊടുത്തിരിക്കുന്ന വേർബ് എന്ന് പറയുന്നത്. സോ ഫ്രം 65 to 70%. സോ ഫ്രം ആൻഡ് ടു അത് രണ്ട് നമ്മൾ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ 2% പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് 1960, അതായത് ഫസ്റ്റ്ലി ഇതാണ് 1960 ആൻഡ് 1919 എന്ന് പറയുന്ന ആ ടൈം പീരീഡിനുള്ളിൽ അത്രയും പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് അവിടെ എന്നുള്ളത് പറഞ്ഞു. ഇനി ആ സെയിം കോണ്ടക്ഷൻ ഇൻക്രീസ് എന്ന് പറയുന്ന ആ ഒരു സെയിം കോണ്ടക്ഷൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ വേറെ ഗ്രൂ അങ്ങനെ എന്തെങ്കിലും വേർഡ്സ് യൂസ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇൻക്രീസ് എന്ന് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആ ഒരു സെയിം കോണ്ടെക്സ്റ്റ് തന്നെയാണ്, പക്ഷേ അതിനെ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ജപ്പാൻസ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഇൻക്രീസ്ഡ് ബൈ 5% ബൈ ബിറ്റ്വീൻ 1960 ആൻഡ് 1990. ആ രണ്ട് ടൈം പീരീഡിനുള്ളിൽ എന്താണ് 65 to 70 എന്ന് പറയുന്ന ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 5%. സോ ഇൻക്രീസ്ഡ് ബൈ 5% എന്ന് പറഞ്ഞാൽ എന്താണ്, വേറൊരു വേർഡ് യൂസ് ചെയ്ത് ഒരു പ്രപ്പോസിഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി സിമിലർലി ആ തേർഡ് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. Japan's working age population showed or experienced an increase of 5% between 1960 and 1990. Okay, so ആ കേസിൽ എന്താണ് ഇൻക്രീസ് ബൈ 5%, then ഇൻക്രീസ് ഫ്രം ആൻഡ് ടു കൊടുത്തു. സോ ആ ഒരു കേസിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. പോപ്പുലേഷൻ അല്ലെങ്കിൽ ഷോഡ് ഓർ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഇൻക്രീസ് ഓഫ് 5%. ഓക്കെ, അപ്പോൾ ഫ്രം ടു എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താണ് കോമൺലി സ്റ്റുഡൻസ് റൈറ്റ് ചെയ്യാറുള്ളത് എന്താണ്, അങ്ങനെയാണ് എഴുതാനുള്ളത്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മാറ്റി എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബോഡി പാരാഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ജപ്പാൻ്റെ കാര്യമാണ് അത് പറയുന്നതെങ്കിൽ പോപ്പുലേഷൻ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഇൻക്രീസ് ഓഫ് 5%, അല്ലെങ്കിൽ എന്താണ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഷോഡ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇനി ആ ഒരു കോണ്ടെക്സ്റ്റ് തന്നെ നമുക്ക് എന്താണ് വേറൊരു വരുന്ന ഒരു എക്സാമ്പിളിലാണ് പറയുന്നത്. ദർ വാസ് എ 5% റൈസ് ഓർ ഗ്രോത്ത് ഇൻ ജപ്പാൻസ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ബിറ്റ്വീൻ 1960 ആൻഡ് 1990. സോ ഈ ഒരു കേസിൽ തന്നെ എന്താണ് ഇൻക്രീസ് എന്നുള്ള ആ ഒരു സെയിം മീനിങ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെയും വരുന്നത്. 5% ഇൻക്രീസ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. 65 to 70 എന്ന് പറയുന്ന 5% ഒരു ഇൻക്രീസ് ആണ്. സോ ആ ഒരു സെയിം കോണ്ടെക്സ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു രീതിയിൽ മാറ്റിയിട്ട് 5% റൈസ് ഓർ ഗ്രോത്ത് എന്ന് വേണമെങ്കിലും പറയാം. മനസ്സിലായ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് സ്ട്രക്ചറാണ് എന്തെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ജപ്പാൻസ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരു സെൻറ്റൻസ് കൊടുത്തുകൊണ്ടിരിക്കട്ടെ. ഒരു നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് എഴുതുന്ന ടൈമിൽ ഇപ്പം ഈ ഒരു വെസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ എന്താണ് നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജർമ്മനി, ഫ്രാൻസ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്താണ് നെക്സ്റ്റ് ഓരോരോ സെൻറ്റൻസ് നമ്മൾ പറയുവാണ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ് ഫ്രം ടു യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കൺട്രിയുടെ കാര്യം പറയുന്ന ടൈമിൽ അത് തന്നെ യൂസ് ചെയ്യാതെ ഇതേപോലെയുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. അതായത് വേറൊരു രീതിയിൽ സെൻറ്റൻസിന് എന്ത് ചെയ്യുന്നത് നമ്മൾ റീപ്ലേസ് ചെയ്ത് വേറൊരു സ്ട്രക്ചർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇയർ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് 1960 1990യുടെ കാര്യമാണ് അവിടെ രണ്ടും പറയുന്നത്. സോ 2 ഇയേഴ്സ് എന്താണ് പാസ്റ്റ് ഇയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുന്ന ടൈമിൽ നിങ്ങളുടെ കോണ്ടൻറ്റ് എൻറ്റയർലി എന്തായിരിക്കണം, പാസ്റ്റ് ടെൻസ് ആയിരിക്കും. സോ ടെൻസ് എപ്പോഴും നിങ്ങൾ മിസ്റ്റേക്സ് ഉണ്ടാക്കാതെ ഇൻകറക്റ്റ് ടെൻസ് യൂസ് ചെയ്യാതെ ക്വസ്റ്റ്യൻ കിട്ടുന്ന ടൈമിൽ തന്നെ ടെൻസ് ഏതാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതേപോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സും യൂസ് ചെയ്യുക. സോ ലൈൻ ഗ്രാഫ് എന്ന് പറയുന്ന അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു
ഐ തിങ്ക് എല്ലാം നിങ്ങളുടെ ടാസ്ക് ബണ്ടലെന്ന് പറയും. ഇതേപോലെയുള്ള ചില ഗ്രാമർ മിസ്റ്റേക്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും അതിൽ നമുക്ക് ഓരോ ടൈപ്പ് ഗ്രാഫ്സിലും യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താണ് വൊക്കാബ്സ് ഉണ്ടോ. സോ ഓരോ ടൈപ്പിൽ ഏതൊക്കെ ടൈപ്പാണ് യൂസ്, നമുക്കിപ്പം മാപ്സിൻ്റെ കേസിലാണെങ്കിൽ ഇൻക്രീസ് ഡിക്രീസ് അങ്ങനെയുള്ള വേർബ്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ ടൈപ്പ് ഗ്രാഫിലും നമുക്ക് എന്താണ് എന്തൊക്കെ വൊക്കാബ്സ് യൂസ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ അവെയർ ആയിരിക്കണം. സോ അതേപോലെയുള്ള വൊക്കാബ്സ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. സോ ഇന്ന് പ്രീവിയസ് സെഷൻസിൽ നമ്മൾ മാപ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വൊക്കാബ്സ് പറഞ്ഞിട്ടുണ്ട്. സോ അതെല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബാൻഡ് സ്കോർ നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് എന്താണ് ഫസ്റ്റ്ലി ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ആ ഒരു എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെയുള്ള സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ആൻഡ് മൂവിങ് ടു ദ സെക്കൻഡ് എക്സാമ്പിൾ. ഇത് എന്താണ് ഒരു ലൈൻ ഗ്രാഫ് തന്നെയാണ്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ചാനൽ 1 ന്യൂസ് വ്യൂയിങ് ഫിഗേഴ്സ്. ഒരു ചാനലിൻ്റെ വ്യൂവേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഡിഫറെൻറ്റ് മന്ത്സ് പറയുന്നുണ്ട്, വ്യൂവേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഒരു ടൈം പീരീഡ് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ലൈൻ ഗ്രാഫിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അച്ഛൻ ആൻഡ് അനൂപ് ഫിലിപ്പ്, ഗുഡ് ആഫ്റ്റർനൂൺ ടു യു. ദെൻ നമുക്ക് നോക്കാം, മൂവിങ് ബാക്ക് ടു ദിസ് 1, 6, 9:30 and 11 PM. സോ 4 ടൈം പീരീഡാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ ടൈം പീരീഡിലും ഉള്ള അതിൻ്റെ വ്യൂസിൻ്റെ കാര്യങ്ങളാണ് ഓരോ ലൈൻസിലും ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓരോ ടൈം പീരീഡിലുള്ള വ്യൂസിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഓക്കെ, നിങ്ങളുടെ 11 PM നമുക്ക് എന്താണ് 11 PM എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാനായിട്ട് പറ്റും. അതായത് ഈ ഒരു ലൈനാണ് ആ 11 PM റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ആ മെയ് എന്ന് പറയുന്നത് എന്താണ്, മെയ് എന്ന് പറയുന്ന ഒരു മന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മെയ് എന്ന് പറയുന്ന മന്തിലെ 11 PM. സോ ആ ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. Okay, listen. After May, the figure for 11 PM news skyrocketed, reaching its highest point at 4.1 million in August. അതായത് 11 PM ന്യൂസ്, അതായത് മെയ് എന്ന് പറയുന്ന ആ ഒരു മന്ത് കൊടുത്തു. അതിൻ്റെ 11 PM ന്യൂസിൻ്റെ കാര്യം നമ്മളവിടെ പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ എന്താണ്, സ്കൈ റോക്കറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കൈ റോക്കറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു ഷാർപ്പ് ഇൻക്രീസ്. സാധാരണ ഒരിപ്പം ഡ്രമാറ്റിക്കലി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ, ഇവിടെ സ്കൈ റോക്കറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഷാർപ്പ് ഇൻക്രീസ് ആണ്. ഒരു ഷാർപ്പ് ഇൻക്രീസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അവിടെയാണ് നമ്മൾ സ്കൈ റോക്കറ്റഡ് എന്ന് യൂസ് ചെയ്യുന്നത്. സോ ആസ് യു ക്യാൻ സി, ഈ മെയ് എന്ന് പറയുന്ന മന്ത്, ഓക്കെ, ഈ മെയ് എന്ന് പറയുന്ന മന്തിൽ എന്താണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്, ഇതൊരു ഷാർപ്പ് ഇൻക്രീസ് ആണ്. എന്താണ്, ഒരു ഷാർപ്പ് ഇൻക്രീസ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ സ്കൈ റോക്കറ്റഡ് എന്ന് പറയുന്ന ഒരു വേർബ് അവിടെ കൊടുത്തിരിക്കുന്നത്. 11 PM ന്യൂസ് സ്കൈ റോക്കറ്റഡ്. അതായത് പിന്നെ അത് ഇതിൻ്റെ പീക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഏകദേശം എന്താ ഒരു 4.1 മില്യൺ. സോ 4.1 മില്യൺ വ്യൂസിലേക്ക് എത്തുന്നു, സ്കൈ റോക്കറ്റ് ചെയ്താണ് പോകുന്നത്. സോ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വേർബ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കേസ്, ആഫ്റ്റർ May, the figure for 11 PM news peaked at 4.1 million in August. ആ ഒരു സെയിം കോണ്ടെക്സ്റ്റ് തന്നെയാണ്, പക്ഷെ ആ വേർഡ് നമ്മൾ മാറ്റി കൊടുത്തിട്ട് വേറൊരു വേർബ് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. പീക്ഡ് നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇയർ പാസ്റ്റ് ആണ്. സോ പീക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു പീക്ക് പോയിന്റിലാണ് നിൽക്കുന്നത്. 4.1 മില്യൺ പീക്ക് പോയിന്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതവിടെ കൊടുക്കുന്നത്. ഓക്കെ, സോ സെയിം കേസിൽ ആഫ്റ്റർ May, the figure for 11 PM news reached its highest point at 4.1 million in August. Reached its highest point. മനസ്സിലായോ? അപ്പോൾ സ്കൈ റോക്കറ്റഡ്, പീക്ക്, സ്കൈ റോക്കറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ എന്ത് പറഞ്ഞു, പീക്ഡ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്തു. ദെൻ റീച്ച്ഡ് ഇറ്റ്സ് ഹയസ്റ്റ് പോയിൻറ്റ്. ഇത്രയും കാര്യങ്ങൾ ഒരു സെയിം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സെയിം സെൻറ്റൻസ് തന്നെയാണ്. നമ്മൾ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്, പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്ത് അതിനെ ഏതൊക്കെ രീതിയിൽ എഴുതാനായിട്ട് പോകും. ഇപ്പം ഈ ഒരു കേസിലെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീപ്പിംഗ്, അതായത് ഷാർപ്പ് ഇൻക്രീസ് കാണിച്ചിരിക്കുന്നത് മെയ്യുടെ കേസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ്റെ കേസിലാണെങ്കിൽ വേറൊരു ലൈനുണ്ട്, അതും ഇതേപോലെ തന്നെ ഒരു സ്റ്റീപ്പ് ഇൻക്രീസ് ആണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റും, സ്കൈ റോക്കറ്റ് ഓൾറെഡി ഒരിടത്ത് യൂസ് ചെയ്ത്, അപ്പോൾ നമുക്കറിയാം വൊക്കാബ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ ആൻസറിൽ വരികയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം, ഇവിടെ പീക്ഡ് അല്ലെങ്കിൽ റീച്ച്ഡ് അറ്റ് ഹൈ പോയിൻറ്റ്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേർഡ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നിങ്ങൾ ഏതൊരു ടാസ്ക് എഴുതിയാലും ടാസ്ക് 1 ദാറ്റ് ഇസ് IELTS റൈറ്റിങ്ങിൻ്റെ ടാസ്ക് 1 എഴുതിയാലും നമുക്ക് മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറേ സിനോണിംസ് യൂസ് ചെയ്യണം. ഓരോ ടൈപ്പ് ഗ്രാഫ്സിലും നിങ്ങൾ ഓരോ ടൈപ്പ് ഓഫ് വൊക്കാബ്സ് ആണ് യൂസ് ചെയ്യണം. സോ നിങ്ങൾക്കിപ്പം ഇൻക്രീസ് എന്ന് പറയുന്ന വേർഡ് ലൈൻ ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻക്രീസ് എന്തായാലും ഉണ്ടാകും, എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ ഇൻക്രീസ് ഡിക്രീസ് എന്തായാലും ഉണ്ടാകും നിങ്ങൾക്കറിയാം. സോ ആ വേർഡിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, സിനോണിംസ് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ സിനോണിംസ് പഠിച്ചു വെച്ചിരിക്കുക. കാരണം റിപ്പീറ്റഡായിട്ട് നിങ്ങൾക്ക് വേർഡ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരരുത്. സോ ഇതേപോലെയുള്ള സെയിം മീനിങ് ഉള്ള ഡിഫറെൻറ്റ് വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് നിങ്ങളുടെ റൈറ്റിങ്ങിന് നിങ്ങൾക്ക് എക്സാം ടൈമിലാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ലോസ് ആയിരിക്കില്ല, നിങ്ങൾക്ക് എപ്പോഴും ബെനിഫിഷ്യൽ ആയിരിക്കും ഇതേപോലെയുള്ള സിനോണിംസ് നിങ്ങൾ പഠിച്ചു വെക്കുന്ന ടൈമിൽ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്നത് ഇൻക്രീസിൻ്റെ കാര്യമാണ്. ഇൻക്രീസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്നത്. സോ നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡിക്രീസ്. ഓക്കെ, ഡിക്രീസിൻ്റെ കാര്യമാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. ഇത്രയും കാര്യം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സിനോണിംസ് ഒക്കെ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡിക്രീസിൻ്റെ കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ ഡിക്രീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈൻ ഗ്രാഫിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ഡിക്രീസ് എന്ന് പറയുന്നത്. വേർഡ് എന്നല്ല, അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് എന്തായാലും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. സോ ആ വേർഡ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാതെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ക്യാൻ യൂസ് ദീസ് വേർഡ്സ്, ദാറ്റ് ഈസ് ഡിക്ലൈൻ, ഫോൾ, ഡ്രോപ്പ്, റെഡ്യൂസ്, ഡിപ്പ്, റിഡക്ഷൻ, പ്ലങ് ആൻഡ് പ്ലമറ്റ്. ഓക്കെ, ഇതേപോലെയുള്ള വേർഡ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ഡിക്രീസിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്രയും വേർഡ്സ് എന്ന് പറയുന്നത്. ഡിക്രീസ് എന്ന് തന്നെ പറയാതെ നമുക്കിതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ യൂസേജ് എന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാൻ പറ്റും. ഓക്കെ, സോ അത് നമ്മളെന്താണ് ഒരു എക്സാമ്പിളോടുകൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ, ആവറേജ് CO2 എമിഷൻസ് പെർ പേഴ്സൺ. ഓക്കെ, ഓരോ പ്ലേസിലും CO2 എമിഷൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഡിഫറെൻറ്റ് ഇയേഴ്സ് പറയുന്നുണ്ട്, ഡിഫറെൻറ്റ് പ്ലേസസ് പറയുന്നുണ്ട് CO2 എമിഷൻ. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുക. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നു. ബോഡി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരേ വേർഡ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ? ഇല്ല. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യണം, അതിൻ്റെ സിനോണിംസ് നമ്മൾ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റൂ. Okay, so moving on to that. Then here, as you all know that it is all about CO2 emissions. So first country എന്ന് പറയുന്നത് നമുക്കിവിടെ നോർവേ എന്ന് പറയുന്ന ഒരു കൺട്രി, ദാറ്റ് ഈസ് ദിസ് വൺ. നോർവേയുടെ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, നോർവേയുടെ കേസിലാണ് എങ്കിൽ CO2 emissions per person in Norway decreased, fell, dropped, declined, were reduced, dipped. ഇതെല്ലാം എന്താണ്, ഡിക്രീസ് എന്ന് പറയുന്ന സെയിം മീനിങ് വരുന്ന വേർഡ്സാണ് ഇത്രയെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ കോമൺ ആയിട്ട് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിക്രീസ്. സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു വേർഡാണ് എന്താണ്, ഡിക്രീസ്ഡ്, ഫെൽ, ഡ്രോപ്പ്, ഡിക്ലൈൻ, വെയർ റിഡ്യൂസ്ഡ് അല്ലെ ഡിപ്ഡ്. ഇത്രയും വേർഡ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് അവിടെ ആ ഒരു സെയിം കോണ്ടെക്സ്റ്റിൽ ഡിക്രീസ് എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ നമുക്കിത് എഴുതുന്ന ടൈമിൽ CO2 emissions per person in Norway decreased from just over 10 ton to around 7 ton between 1985 to 1995. Okay, 1985 to 1995 ടൈം പീരീഡിൽ എന്താണ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ നോക്കുന്ന ടൈമിൽ 10 ടണ്ണിൽ നിന്നും 7 ടണ്ണിലേക്ക് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്തു. അതായത് ഇവിടെ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 10 ടണ്ണായിരുന്നു. നെക്സ്റ്റ് ഈ ഒരു പോയിന്റിലേക്ക് വന്ന ടൈമിൽ അതെന്തായി, ഒരു 7 ടണ്ണായി മാറി. സോ ആ ഒരു കേസിൽ അവിടെ എന്താണ്, ഒരു ഡിക്രീസ് ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതെന്ന് പറയുന്നത് ഇൻക്രീസിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മളെന്ന് പറഞ്ഞാൽ ഡിക്രീസ് എന്ന് പറയുന്ന വേർഡിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ടൈപ്പ് വേർഡ്സ് ആണ്, എങ്ങനെയാണ് ഒരു സെൻറ്റൻസിനെ ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ടത് അതാണ് നോക്കുന്നത്. സോ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഒരു സെൻറ്റൻസിനെ എനിക്ക് അവിടെ കൊടുക്കാനായിട്ട് പറ്റുന്നു. ഓക്കെ, I hope it's clear for you. And next one നോക്കിയേ, CO2 emissions per person in Norway decreased, fell, dropped, declined, were reduced, dipped by 3 tons between 1985 to 1995. അതായത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ലൈൻ ഗ്രാഫ്സിൻ്റെ കേസിലും ആ ഒരു രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് വെച്ചൊരു സെൻറ്റൻസ് നമ്മൾ കൊടുത്തു. അതേപോലെ തന്നെ 7 tons എന്നുള്ളത്, സോ ഡിഫറൻസ് 3 tons. സോ ആ രണ്ട് ടൈം പീരീഡിനുള്ളിൽ 3 tons ഡിഫറൻസ് ഉണ്ടായിരുന്നു. സോ അത്രയും
എമിഷൻസ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്തെന്ന് കൊടുത്തു. ഓക്കെ, സോ ഇത്രയും വേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഡിക്രീസ് എന്ന് പറയുന്ന ഒരു കോണ്ടക്സ്റ്റിൽ കൊടുക്കുന്നു. ആ ഡിക്രീസ് എന്ന് പറയുന്ന സെയിം രീതി തന്നെ വേറൊരു സെൻറ്റൻസ് വരുവാണെങ്കിൽ അവിടെ യൂസ് ചെയ്യാം ഡിപ്ഡ്, ഡിക്ലൈൻഡ്, ഡ്രോപ്ഡ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ സിമിലർലി ഇൻ ദ തേർഡ് സെൻറ്റൻസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആ ഒരു തേർഡ് സെൻറ്റൻസിനെ നമ്മൾ വേറൊരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. So look at that. There was a decrease, decline, drop, fall, reduction in CO2 emissions per person in Norway from just over 10 ton to around 7 ton between that time period. Okay. So CO2 emissions എന്ന് പറഞ്ഞ് രണ്ട് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തു. സോ തേർഡ് സെൻറ്റൻസ് വേറെ രീതിയിൽ നിങ്ങൾ ഈ ഒരു എന്തായാലും നിങ്ങൾ ഓൾമോസ്റ്റ് ഈ കോണ്ടെക്സ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഈ ഒരു ആൻസർ ചെയ്യുന്ന ടൈമിൽ ഫുള്ളി എന്തായിരിക്കും, CO2 എമിഷൻസിനെ കുറിച്ചായിരിക്കും പറയുന്നത്. സോ ആ ഒരു സെയിം തന്നെ ഒരു സ്ട്രക്ചർ തന്നെ ഫോളോ ചെയ്യാതെ ഈ രീതിയിൽ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ദർ വാസ് എ ഡിക്രീസ്, അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാം, ദർ വാസ് എ ഡിക്ലൈൻ, ദർ വാസ് എ ഫോൾ, അല്ലെ ദർ വാസ് എ റിഡക്ഷൻ ഇൻ CO2 എമിഷൻസ് പെർ പേഴ്സൺ ഇൻ നോർവേ എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഒരു ഫോർത്ത് എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ CO2 എമിഷൻ ഇൻ ഫ്രാൻസ് ഈസ് പ്രൊജക്റ്റഡ് ഓർ ഈസ് forecasted to drop to around 8.5 tons by 2015. So 2025 ആണ് കേട്ടോ, 2015 അല്ല 2025 ആണ്. സോ ഈസ് പ്രൊജക്റ്റഡ് ഫോർകാസ്റ്റഡ് എന്ന് പറയുന്നത് ഇതിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് എന്താണ്, എല്ലാം കഴിഞ്ഞ ഇയേഴ്സാണ്, പാസ്റ്റ് ഇയേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ അത് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. പക്ഷേ 2025 എന്ന് പറയുന്ന ഒരു ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്മിങ് ഇയർ ആണ്, അതായത് ഒരു ഫ്യൂച്ചർ ഇയർ ആണ്. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസ് പ്രൊജക്റ്റഡ്, ഈസ് ഫോർകാസ്റ്റഡ്. സോ അങ്ങനെ അതിനെ എന്ത് ചെയ്യും, ഫ്യൂച്ചർ ടെൻസിൽ നമുക്കവിടെ പറയേണ്ടതായിട്ടുള്ളൂ. കാരണം അത് ഇയർ എന്താണെന്ന് ഓൾറെഡി പാസ്റ്റ് അല്ല. സോ അതിൻ്റെ കേസിൽ എന്ത്, എമിഷൻസിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു ആ 2025 ആകുമ്പോഴേക്കും ആ ഒരു എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അറൗണ്ട് 8.5 ടൺസ്. 8.5 ടൺസ് ആണെന്ന് നമുക്ക് ഓൾറെഡി പറയാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്, ഓൾമോസ്റ്റ് ആണ്, ഏകദേശം ഒരു 8.5 ആണെന്നേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ അവിടെ നമുക്ക് അറൗണ്ട്, ഓൾമോസ്റ്റ്, അപ്രോക്സിമേറ്റ്ലി, സോ അങ്ങനെയുള്ള വെക്കാബ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്രോക്സിമേറ്റ് എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് വരുവാണെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതേപോലെയുള്ള വേർഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സിമിലർലി വേറൊരു ടൈപ്പ്, ഒരു 4 ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ്. സോ ഓൾറെഡി നമ്മൾ 3 ടൈപ്സ് ഓഫ് എക്സാമ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ലൈൻ ഗ്രാഫിൻ്റെ വേറൊരു ടൈപ്പ് എക്സാമ്പിളാണ്. സോ ആസ് യു നോ, ദിസ് ഇസ് എ ലൈൻ ഗ്രാഫ് എന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്, അതൊരു ലൈൻ ഗ്രാഫാണെന്ന്. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ടിപ്പിക്കൽ ഡെയിലി ഡിമാൻഡ് ഫോർ ഇലക്ട്രിസിറ്റി, യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി പറയുന്നുണ്ട്, 2 സീസൺ പറയുന്നുണ്ട്, അതായത് വിൻ്റർ ആൻഡ് സമ്മർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുന്ന ടൈമിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതാനുള്ള സിനോണിംസ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. സോ ആ ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്യണം, പാരഫ്രൈസ് അല്ലെങ്കിൽ റീഫ്രേസ് ചെയ്യണം. സോ ആഫ്റ്റർ ദാൻ യു ഹാവ് ടു മൂവ് ഓൺ ടു ദിസ് ബോഡി പാരഗ്രാഫ്. ബോഡി പാരഗ്രാഫിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ കോണ്ടൻറ്റിനെ നമ്മൾ നോക്കണം. കോണ്ടൻറ്റ് എന്താണെന്നുള്ളത് നമുക്കൊരു 5 മിനിറ്റ് ടൈം ഉണ്ടല്ലോ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഫസ്റ്റ്ലി നിങ്ങൾ എന്താണ് ഒരു 20 മിനിറ്റ്സ് അല്ല 15 to 20 മിനിറ്റ്സ് ആണ് ഓൾമോസ്റ്റ് നിങ്ങൾ എന്താ ടാസ്ക് 1 കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കണം. സോ ഇൻ ദ ബിഗിനിങ് 5 മിനിറ്റ്സിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് ആൻസേഴ്സ് ചെയ്ത് ഓർഗനൈസ് ചെയ്യണം. സോ ഓർഗനൈസ് ചെയ്യുന്ന ടൈമിൽ ബോഡിക്കകത്ത് എന്തൊക്കെ കോണ്ടൻറ്റ് ആണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ ഓൾറെഡി മെൻഷൻ ചെയ്യുക. നിങ്ങളതെല്ലാം പ്ലാൻഡ് ആയിരിക്കണം. സോ ഇൻ ദ കൺക്ലൂഷൻ, ദാറ്റ് ഈസ് ഓവർവ്യൂ പാരഗ്രാഫിൽ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ കൊടുക്കണം. സോ നമുക്കിതിൻ്റെ കോണ്ടൻറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻ ദിസ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ്, ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇൻ വിൻ്റർ ആൻഡ് സമ്മർ 2 സീസൺസ് ആണ് പറയുന്നത്. സോ ആ ഒരു ആൻസർ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇൻ വിൻ്റർ ദ ഡിമാൻഡ് ഫോർ ഇലക്ട്രിസിറ്റി ഇൻ ഇംഗ്ലണ്ട് പ്ലമറ്റ്സ് ഓർ പ്ലങ്സ് ആഫ്റ്റർ 10 PM, റീച്ചിങ് ഓർ ഹിറ്റിംഗ് എ ലോ പോയിൻറ്റ് ബിറ്റ്വീൻ ദ മോർണിംഗ് അവേഴ്സ് ഓഫ് 6 and 7 o'clock. ഓക്കെ, സോ ഈ ഒരു വേർഡ്സ് ശ്രദ്ധിച്ചോ. പ്ലമറ്റ് എന്ന് പറയുന്ന ഒരു വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അല്ലെങ്കിൽ ഈ വേർഡ് യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു 2 കേസിലെന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഡിക്രീസ് എന്ന് പറയുന്ന ഒരു സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. ഒരിടത്ത് മറ്റേത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പകരം ആ ഒരു സെയിം ഇത് തന്നെ വരുന്നിടത്ത് വേറൊരിടത്ത് എന്ത് ചെയ്യുക, ഈ വേർഡ് യൂസ് ചെയ്യുക. സോ 10 PM എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡിന് ശേഷം എന്ത് ചെയ്യുന്നു, കുറയുന്നു. എന്നിട്ട് 6 and 7 o'clock എന്ന് പറഞ്ഞ ടൈം പീരീഡിനുള്ളിൽ എന്ത് ചെയ്യുന്നു, ഒരു ലോ പോയിൻറ്റിനെ ഹിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, റീച്ചിങ് ഓർ ഹിറ്റിംഗ്. സോ കണ്ടോ, അവിടെ ഒരു വേർഡ് നമുക്ക് കിട്ടി. ഇവിടെ ഡിക്രീസ് എന്ന് പറയുന്ന ഒരു
ഇതിന് പകരം വേറെ വേർഡ് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതേപോലെയുള്ള പല ടൈപ്പ് ഓഫ് വേർഡ്സ് നിങ്ങൾ പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതെല്ലാം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇഫ് യു യൂസ് ദിസ് ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു. ഓക്കെ, ഇൻ ദ നെക്സ്റ്റ് കേസ്, നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻ വിൻറ്റർ ദ ഡിമാൻഡ് ഫോർ ഇലക്ട്രിസിറ്റി ഇൻ ഇംഗ്ലണ്ട് ടേക്സ് എ പ്ലങ് ആഫ്റ്റർ 10 p.m. reaching or hitting a low point between the morning hours of 6 and 7 o'clock. ഓക്കെ, പ്ലമറ്റ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തു. സോ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വേർഡ് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഒരു സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിക്രീസ് എന്നായിരിക്കും. സോ അതിൽ നിന്നൊരു ചേഞ്ച് ആകാനായിട്ട് ഇതേപോലെയുള്ള വേർഡ്സ് യൂസ് ചെയ്താലും നിങ്ങളുടെ മീനിങ് മാറുന്നില്ല. പക്ഷേ എന്ത് ചെയ്താൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൊക്കാബ്സ് ആണ് നിങ്ങളവിടെ കൊടുക്കുന്നത്. സോ ഓക്കെ, നമുക്കിന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഡിക്രീസ് എന്ന് പറയുന്ന ആ ഒരു കോണ്ടക്സ്റ്റ് വന്ന് ഇൻക്രീസിങ് ട്രെൻഡ് എങ്ങനെ കൊടുക്കാം, ഡിക്രീസിങ് ട്രെൻഡിൻ്റെ പകരം എന്തൊക്കെ വൊക്കാബ്സ് യൂസ് ചെയ്യാം, അതാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്തത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇതേപോലെയുള്ള വേർഡ്സ് നിങ്ങൾ ഷുവറായിട്ട് നിങ്ങൾ IELTS റൈറ്റിംഗ് ടാസ്ക് 1 നിങ്ങൾ യൂസ് ചെയ്യണം. സോ അതേപോലെയുള്ള ഡിഫറെൻറ്റ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് എഴുതുന്നത്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബാൻഡ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ ഡിക്രീസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. സോ നമ്മുടെ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരികയാണ്. നമ്മളുടെ ആൻസറിൽ എന്താണ്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തൊക്കെ വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ടൈപ്പ് ഓഫ് വേർഡ്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ ചേഞ്ചസ് വരുന്നു, അതായത് ചില ഗ്രാഫ്സിൻ്റെ കേസിലാണെങ്കിൽ എന്താണ് ഫ്ലക്ച്വേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ നമ്മൾ ഏതൊക്കെ വേർഡ്സാണ് യൂസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ എന്തൊക്കെ വേർഡ്സ് യൂസ് ചെയ്യണം. സോ അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബിഫോർ വൈൻഡിങ് പവർ സെഷൻ, നമ്മൾ റൈറ്റിംഗ് ടാസ്ക് 1 കേസിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുന്ന ടൈമിൽ ക്വസ്റ്റ്യൻ നല്ലതായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ കോണ്ടൻറ്റ് എന്താണ് നിങ്ങൾ എഴുതാൻ പോകുന്നതെന്നുള്ളത് ഒരു ബിഗിനിങ് 5 മിനിറ്റ്സിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ഓർഗനൈസ് ചെയ്യണം. ഓർഗനൈസ് ചെയ്തിട്ട് മാത്രമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഗ്രാമർ മിസ്റ്റേക്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. സോ ഗ്രാമർ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാസ്ക് 1 കേസിലാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിൽ ഇയർ കാണും. സോ ഇയർ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് കാണും. സോ അത് പ്രസൻറ്റ് ടെൻസ് ഫോളോ ചെയ്യാം. ഇയറുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളതിനെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഗ്രാമർ നിങ്ങൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള യൂസേജസ് ആണ് വരുന്നതെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്സ് എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. സോ നിങ്ങളുടെ വൊക്കാബ്സ് നമുക്ക് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സിനോണിംസിൻ്റെ കാര്യം. സോ ഇതേപോലെയുള്ള പുതിയ പുതിയ വേർഡ്സ് നിങ്ങൾ പഠിക്കണം. അതേപോലെയുള്ള സിനോണിംസും യൂസ് ചെയ്യണം. സോ അതെല്ലാം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഐ എം ഷുവർ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു സ്കോർ ഗുഡ് സ്കോർ ഇൻ യുവർ IELTS റൈറ്റിംഗ്. ആൻഡ് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, റൈറ്റിംഗ് ടാസ്ക് 1 കേസിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടുന്ന ടൈമിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത്, റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യരുത്. സോ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു 5 മിനിറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്ത ഇൻട്രൊഡക്ഷൻ, ഓവർവ്യൂ ആൻഡ് യുവർ 2 ബോഡി പാരഗ്രാഫ്, ഇതിലെല്ലാം നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് കറക്റ്റായിട്ട് എന്തൊക്കെ കോണ്ടൻറ്റ് ആണ് കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്കൊരു അതൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ കാണാം. സോ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ കംപ്ലീറ്റ്ലി ആൻസർ ചെയ്യാനായിട്ട്. പിന്നെ വേർഡ്സ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു. റിപ്പീറ്റഡ് ആയിട്ട് വേർഡ്സ് യൂസ് ചെയ്താൽ എല്ലാത്തിനും ഒരു വേർഡ് കൗണ്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. കൂടുതൽ സിനോണിംസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൊക്കാബ്സ് നിങ്ങൾ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, ദെൻ ടെൻസ്. നിങ്ങൾ ടെൻസ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടെൻസ് മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എൻറ്റയർ കോണ്ടാക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാറിപ്പോവാണ്. സോ ഇൻകറക്റ്റ് ആയിട്ടുള്ള ടെൻസിൻ്റെ യൂസേജസും അവോയ്ഡ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ഐ ഹോപ്പ് ഇറ്റ്സ് ഓൾ ക്ലിയർ ഫോർ യു. നമ്മുടെ ലൈൻ ഗ്രാഫ്സിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് സെഷൻ വി വിൽ ബി കണ്ടിന്യൂയിങ് അബൌട്ട് ദിസ് ടേബിൾ, ദെൻ frequent changes conditions. Okay, thank you all.